മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ട ഭാഗത്ത് വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കന്നിമല ടോപ്പ് ഡിവിഷൻ ഭാഗത്ത് 3 കാട്ടാനകളാണ് ഇന്നലെ എത്തിച്ചേർന്നത്. RRT നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഈ കാട്ടാനക്കൂട്ടം അവിടെ എത്തിയത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ലേ? അപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാട്ടാനക്കൂട്ടം മൂന്നാറിൽ ഇറങ്ങിയതാണ്. രാഹുൽ വിജയൻ ചേരുന്നു നമുക്കൊപ്പം ഇടുക്കിയിൽ നിന്ന്. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, മിനിങ്ങാന്ന് വൈകിട്ട് 9:00 കൂടിയാണ് ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സുരേഷ് കുമാർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. വനംവകുപ്പ് പറഞ്ഞിരുന്നത് ഈ മേഖലയിൽ RRT സംഘത്തിന്റെ നിരീക്ഷണം ശക്തമാക്കി കൂടുതൽ വനംവകുപ്പ് വാച്ചർമാരെ ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിറ്റേ ദിവസവും, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഈ മേഖലയിൽ, അതായത് ഈ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ട അതേ ഭാഗത്ത് തന്നെ ഈ കാട്ടാനക്കൂട്ടം എത്തി എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. 3 ആനകളാണ് ഈ പ്രദേശത്ത് മണിക്കൂറുകളോളം തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. ഈ കാട്ടാനക്കൂട്ടമാണ് ഒരുപക്ഷെ ഈ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതെന്നുള്ളൊരു ആരോപണം പോലും നിലനിൽക്കുമ്പോഴാണ് അതേ കാട്ടാനക്കൂട്ടം തന്നെ അവിടെ മണിക്കൂറുകളോളം വീണ്ടും പകൽ സമയത്ത് തമ്പടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയത്. എന്തായാലും വലിയ ആശങ്ക ഈ പ്രദേശത്ത് ആളുകൾക്കുണ്ട്. വനംവകുപ്പ് ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടതാണ്. കൂടുതൽ RRT സംഘത്തെ ഈ പ്രദേശത്ത് കാര്യക്ഷമമായി തന്നെ വിന്യസിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ മൂന്നാറിൽ ഒരു ഹർത്താൽ നടത്തിയിരുന്നു. ഈ ഹർത്താൽ അനുകൂലികൾക്കെതിരായി മൂന്നാർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനം തടഞ്ഞ് വഴി തടഞ്ഞ് ആളുകൾക്കെതിരെ 66 പേർക്കെതിരെയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇപ്പോഴും ഡീൻ കുര്യാക്കോസ് MP മൂന്നാറിൽ നിരാഹാര സമരം ഇരിക്കുകയാണ്. പടയപ്പ് ഉൾപ്പെടെയുള്ള അക്രമകാരികളായ ആനകളെ പിടിച്ചു മാറ്റാൻ ഉത്തരവിടണം എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എന്തായാലും അതുകൂടാതെ LDF നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് മൂന്നാറിലെ കാട്ടാന അക്രമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. അതായത് അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചു മാറ്റണമെന്ന് LDF നേതാക്കളും ആവശ്യപ്പെടും എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. അതിൽ നേതൃത്വം കൊടുക്കുന്നത്, ഈ മുഖ്യമന്ത്രിയെ കാണുന്ന സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂന്നാർ MLA ദേവികുളം MLA A രാജയാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ഇടുക്കിയിൽ നിന്നാണ് രാഹുൽ വിജയൻ ചേർന്നത്.